ഞാൻ അഞ്ജു എന്ന തോമസ്. പ്രവത്താനം സെൻറ് അഗസ്റ്റിൻസ് ചർച്ചിലെ ഒരു ഇടവകാംഗമാണ്. ചൂണ്ടച്ചേരി സെൻറ് ജോസ് പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്നിപ്പോൾ എൻ്റെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ തോമസ് നടക്കൽ അച്ഛനും കൊച്ചച്ഛൻ ഫാദർ ആൻ്റണി തൈലുമാണ്. കൂടാതെ എൻ്റെ അച്ചാച്ചൻ, അമ്മ, അനിയൻ എന്നിവരും. അഞ്ജു എന്ന തോമസ്, പ്രവത്താനം സെൻറ് അഗസ്റ്റിൻസ് പള്ളിയിലെ ഗായക സംഘത്തിലെ പ്രധാന അംഗവും അതുപോലെ സൺഡേ സ്കൂളിലെയും മിഷൻ ലീഗിൻ്റെയും എല്ലാ പരിപാടികളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്ന മിടുക്കിയായ കുട്ടിയാണ്. അവളെക്കുറിച്ച് സന്തോഷം മാത്രമേ ഉള്ളൂ. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും വളരെ തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുവാനും അവൾക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് അവളുടെ മാതാപിതാക്കന്മാരുടെ പരിശീലനം വന്നുകൊണ്ട് മാത്രമാണ്. പാടുമ്പോഴെല്ലാം എപ്പോഴും അവൾ ഓർമ്മിക്കുന്നൊരു കാര്യം, പ്രത്യേകമായിട്ട് കഴിഞ്ഞ തിരുനാളിന് ഇവിടെ വന്ന അവളുടെ പാട്ട് കേട്ട് അവളെ അനുഗ്രഹിച്ച രൂപതയിലെ തന്നെ ബഹുമാനപ്പെട്ട തോമസ് മണൂരച്ചൻ പറഞ്ഞ കാര്യം, എന്നും ഇടവക ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുക, പാട്ട് പാടുക, ദൈവത്തെ സ്തുതിക്കുക, അതുവഴിയായിട്ട് കൂടുതൽ ഉയരങ്ങൾ താണ്ടുവാൻ നല്ലവനായ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും. ആ വാക്കുകൾ അഞ്ജുവിൻ്റെ ജീവിതത്തിലും അഞ്ജുവിൻ്റെ അനിയൻ അരുണിൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അഞ്ജുവിനും അനിയനും എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. അഞ്ജുവിന് ഇത്രയും നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്നത് പള്ളിയിൽ ദിവസവും വരികയും അതുപോലെ തന്നെ കൊയറിലെ ഒരു അംഗവും ആയതുകൊണ്ടാണ്. കൂടാതെ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാർ ഓരോ പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ അതുതന്നെ കൂടുതൽ നല്ല പാട്ടുകൾ പഠിക്കുവാനും പാടുവാനുള്ള ഒരു പ്രചോദനമാണ്. ഇതിനെല്ലാത്തിനും കൂടി ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് പാടാൻ പോകുന്ന പാട്ട് അഗതാരിണി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ പാട്ട് പാടുമ്പോൾ ഈശോ എൻ്റെ മനസ്സിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടാകുന്നത്. ഈ പാട്ട് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത് ഈ പള്ളിയിലെ കൊച്ചച്ഛൻ ഫാദർ ആൻ്റണി തൈലാണ്. അലിവോടെ നീ എഴുന്നള്ളി വന്ന
പേര് അഖിൽ അൽഫോൺസ് എന്നാണ്. ഞാൻ പഠിക്കുന്നത് പാലാ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എൻ്റെ ഇടവക സെൻറ് മേരീസ് ലാളം ഓൾഡ് ചർച്ചാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വികാരിയച്ഛനായ ഫാദർ സെബാസ്റ്റ്യൻ പടിക്കക്കുഴിപ്പിലും അസിസ്റ്റൻ്റ് വികാരിമാരായ ഫാദർ ജോസഫ് നരുതൂക്കിലും ഫാദർ അലക്സ് പൈകടയുമാണ്. എൻ്റെ കൂടെ ഇപ്പോൾ അടുത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്. അഖിൽ അൽഫോൻസ് ലാലം പഴയ പള്ളിയിലെ അൾത്താര ബാലനും സെൻറ് മേരീസ് സൺഡേ സ്കൂളിലെയും അതുപോലെ തന്നെ മിഷൻ ലീഗിൻ്റെയും സജീവ പ്രവർത്തകനുമാണ്. കലാരംഗത്ത് തീർച്ചയായിട്ടും അഖിലിൻ്റെ അമ്മ സെൻറ് മേരീസ് സ്കൂളിലെ സംഗീത അധ്യാപികയാണ്. അമ്മയുടെ പരിശീലനവും ദൈവാനുഗ്രഹവും ധാരാളമുള്ള അഖിലിന് ധാരാളം കലാരംഗത്ത് പ്രശോഭിക്കുവാൻ കാരണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ പാടുന്നത് എൻ മനോഫലകങ്ങളിൽ എന്ന പാട്ടാണ്. ഈ പാട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സമാധാനമുണ്ടാകും. ഇതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുത്തത്. ജീവിതമാ സീനായ് മാമ
എൻ്റെ പേര് അഞ്ജിത സിറ്റോം. ഞാൻ ലോകപ്രശസ്തമായ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് ഭരണങ്ങാനത്തിലെ ഇടവകാംഗമാണ്. ഞാൻ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. SHGHS ഭരണങ്ങാനം സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെയുള്ളത് വികാരിയച്ഛനായ റവറൻഡ് ഫാദർ ജോസ് അഞ്ചേരിയും കൊച്ചച്ഛനായ റവറൻഡ് ഫാദർ പോൾ പാറക്കലുമാണ്. എൻ്റെ കൂടെ ഇന്നിവിടെയുള്ളത് എൻ്റെ അച്ഛനായ ടോമി ജോസഫും അമ്മയായ അനിത ടോമിയുമാണ്. ഇന്ന് ഞാനിവിടെ പാടാൻ പോകുന്നത് ഹൃദയത്തിനൾത്താരിൽ എന്ന ഗാനമാണ്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അഞ്ജിത ചകണിക്കുന്നേൽ, ഭരണങ്ങാനം സെൻറ്റ് മേരീസ് ഫൊറോന ഇടവകയിലെ ഒരംഗമാണ്. ഈ പള്ളിയിലെ ഗായക സംഘത്തിലെ പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വർഷം മൂവാറ്റുപുഴയിൽ വെച്ച് നടന്ന മിഷൻ ലീഗിൻ്റെ സംസ്ഥാന കലോത്സവത്തിൽ പ്രഥമമായ സ്ഥാനം കരസ്ഥമാക്കിയ പെൺകുട്ടിയാണ് ഇവൾ. നല്ലൊരു പാട്ടുകാരിയാണ്. എല്ലാവിധ ഭാവുകങ്ങളും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് ഹൃദയത്തിനൾത്താരിൽ എന്ന ഗാനമാണ്. ഇത് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് വിശ്വാസത്തെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശം നൽകുന്നതിനാലാണ്. അപ്പമായി
എൻ്റെ പേര് അച്ചു എം തോമസ്. ഞാൻ വിളക്കുമാടം സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ പഠിക്കുന്നത് പൊൻകുന്നം ഗവൺമെൻറ് സ്കൂളിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ വികാരി അച്ഛൻ റവറൻ ഫാദർ അഗസ്റ്റിൻ കോലത്ത്, പിന്നെ എൻ്റെ പപ്പ, അമ്മ, അനിയത്തിമാർ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ നന്മകൾക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയും ഇതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊരു അവസരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയതിന് ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് യേശുവല്ലാതാരുമില്ല എന്ന ഒരു ഗാനമാണ്. ഈ പാട്ട് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എല്ലാ കഷ്ടതയിലും വേദനയിലും യേശു എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം ഈ പാട്ടിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് കാരണമാണ് ഈ പാട്ട് ഞാൻ തിരഞ്ഞെടുത്തത്.